Welcome to Complementary Electronics Semester 2 for BSc Physics Main students. Complementary Electronics Semester 2. And today the class number is 27, voltage multipliers continuous. Voltage multipliers. In the previous class we have studied half wave voltage doubler. And today we study full wave voltage doubler, voltage tripler and voltage quadrupler. So what is full wave voltage doubler? Full wave voltage doubler. Look here. This is the full wave voltage doubler. സർക്യൂട്ട് നോക്കിയാൽ ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലർ പോലെ ഇരിക്കും. പക്ഷേ വ്യത്യാസം ഇവിടെ ഈ ഡയോഡ് കണക്ട് ചെയ്യുന്ന പൊളാരിറ്റി, കപ്പാസിറ്ററിൻ്റെയൊക്കെ പൊളാരിറ്റിക്ക് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ച ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലറും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 2 VM തന്നെയാണ്. അപ്പോൾ സർക്യൂട്ട് ഒരു ഹാഫ് വേവ് വോൾട്ടേജ് ഡബ്ലറിൻ്റെ അതേ സർക്യൂട്ട് തന്നെയാണ് ഫുൾ വേവ് വോൾട്ടേജ് ഡബ്ലറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വ്യത്യാസം വരുന്നത് പൊളാരിറ്റി, ഈ ഡയോഡ് കപ്പാസിറ്ററിൽ കണക്ട് ചെയ്യുന്ന പൊളാരിറ്റിക്കാണ് വ്യത്യാസമുള്ളത്. അത് എസെൻഷ്യലായിട്ട് നോക്കി പഠിച്ചുകൊള്ളണം. വി ഔട്ട് 2 VM ആണ്. As its name suggests, a voltage doubler is a voltage multiplier circuit which has a voltage multiplication factor of 2. അപ്പോൾ 2 മടങ്ങ് ഇൻപുട്ട് വി എമ്മിൻ്റെ ടു ടൈംസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് ഇവിടെ വോൾട്ടേജ് ഡബ്ലർ, ഫുൾ വേവ് വോൾട്ടേജ് ഡബ്ലർ എന്ന് വിളിക്കുന്നത്. ദ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 ഡയോഡ്സ്, 2 കപ്പാസിറ്റേഴ്സ് ആൻഡ് ആൻ ഓസിലേറ്റിംഗ് AC ഇൻപുട്ട് വോൾട്ടേജ്. This simple diode capacitor pump circuit gives a DC output voltage equal to peak value of the sinusoidal input. In other words, double the peak voltage value because the diodes and the capacitors work together to effectively double the voltage. അപ്പോൾ ഡയോഡ് കപ്പാസിറ്റർ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് ഡബിൾ വോൾട്ടേജ് തരും. അത്ര എഴുതിയാൽ മതി. നമ്മൾ വളരെ വലിച്ച് നീട്ടി എഴുതേണ്ട കാര്യമില്ല, കാരണം ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ്. ഇനി വോൾട്ടേജ് ട്രിപ്ലർ. ആ വോൾട്ടേജ് ട്രിപ്ലർ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ ഡയോഡ് കപ്പാസിറ്റിയും ആദ്യം കാണുന്ന പോലെ പിടിപ്പിക്കണം. ആ രണ്ടാമത് കാണുന്ന 2 ഡയോഡും 2 കപ്പാസിറ്റിയും നമ്മൾ ഫുൾ വേവ് വോൾട്ടേജ് ഡബിളർ പഠിച്ചതാണ്. അപ്പോൾ ആ വോൾട്ടേജ് ഡബിളർ പഠിച്ചതിൻ്റെ കൂടെ ആദ്യം കാണുന്ന ഒരു കപ്പാസിറ്റിയും ഒരു ഡയോഡ് C3യും കണക്ട് ചെയ്യണം. അതേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഡയോഡിൻ്റെയൊക്കെ പേര് നോക്കുക. ആദ്യം കാണുന്ന ആ ഡയോഡ് D3 ആണ്, താഴെ കാണുന്ന C3 ആണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡബിളറിൻ്റെ കൂടെ പിടിപ്പിക്കുന്നത് കൊണ്ടാണ് ആദ്യം വരച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം വോൾട്ടേജ് ഡബിളർ തന്നെ. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് 3 VM ആയിരിക്കും. ഇൻപുട്ട് VM ആണെങ്കിൽ അല്ലെങ്കിൽ VO ആണെങ്കിൽ അവിടെ സിമ്പിൾ എന്താ നോക്കുക. ഇൻപുട്ട് VM എന്ന് കഴിഞ്ഞാൽ VM ആണെങ്കിൽ ഔട്ട്പുട്ട് 3 VM ആയിരിക്കും. വി ഔട്ട് 3 VM ആയിരിക്കും. ഇൻപുട്ട് VO ആണെങ്കിൽ ഔട്ട്പുട്ട് വി ഔട്ട് 3 VO ആയിരിക്കും. ഇപ്പോൾ VM എന്ന് എഴുതുക. ഇൻപുട്ട് VM, ഔട്ട്പുട്ട് 3 VM. ബൈ ആഡിങ് എൻ അഡീഷണൽ സിംഗിൾ ഡയോഡ് കപ്പാസിറ്റർ സ്റ്റേജ്. കേട്ടോ, അഡീഷണലായിട്ട് ഒരു D3 C3 കൊടുക്കണമെന്നാണ് പറയുന്നത്. ബൈ ആഡിങ് എൻ അഡീഷണൽ സിംഗിൾ diode capacitor stage to the half wave voltage doubler. Half wave voltage doubler ആകാം. The circuit above, we can create another voltage multiplier circuit that increases the input voltage by a factor of 3 and producing what is called a voltage tripler circuit. എ വോൾട്ടേജ് ട്രിപ്പിൾ സർക്യൂട്ട്. എന്താണ് വോൾട്ടേജ് ട്രിപ്പിൾ സർക്യൂട്ട് ചെയ്യുന്നത്? കൺസിസ്റ്റ് ഓഫ്, അതിനെന്തെല്ലാം ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് 1.5 വോൾട്ടേജ് ഡബിൾ സ്റ്റേജ്, 1.5 വോൾട്ടേജ് ഡബിൾ സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഒരു 3.5 വോൾട്ടേജ്, അപ്പോൾ 1.5 എന്ന് പറയും. 3.5 ആണ് കേട്ടോ. This voltage multiplier circuit gives a DC output equal to 3 times the peak value 3 VP. ഇപ്പോൾ പീക്ക് വാല്യൂ VP ആണെങ്കിൽ അല്ലെങ്കിൽ VM ആണെങ്കിൽ 3 VP. ഇവിടെ ഈ പടത്തിൽ VP എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് VM എന്ന് എഴുതിയാലും മതി.
നമ്മൾ ഫസ്റ്റ് കേസിൽ ഹാഫ് വേവിൽ ഇതിൽ വി എം എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 3 VM എന്ന് എഴുതാം. അല്ലെങ്കിൽ പിന്നെ ഇൻപുട്ട് ബി പി ആണെങ്കിൽ 3 VP കിട്ടും ഓഫ് ദി സൈനുസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ. ഇനി അടുത്തത് വോൾട്ടേജ് ക്വാഡ്രപ്ലറാണ്. വോൾട്ടേജ് ക്വാഡ്രപ്ലർ അതെന്ത് ചെയ്യണം? നമ്മൾ ആ രണ്ടാമത് കാണുന്ന വോൾട്ടേജ് ഡബിളർ, അതിൻ്റെ കൂടെ മറ്റേ ഡയോഡ് D3 ചേർക്കുമ്പോൾ വോൾട്ടേജ് ട്രിപ്ലർ, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ഡയോഡുണ്ട്. അപ്പോൾ D1 D2 D3 D4 കൂടി വരും. 4 ഡയോഡ് 4 കപ്പാസിറ്റി. പൊളാരിറ്റിയൊക്കെ പ്രത്യേകം നോക്കുക. ഔട്ട്പുട്ട് 4 VP അല്ലെങ്കിൽ 4 VM ആയിരിക്കും. ഇൻപുട്ട് VM ആണെങ്കിൽ ഔട്ട്പുട്ട് 4 VM ക്വാഡ്രപ്ലറാണ്. ഇൻപുട്ട് VP ആണെങ്കിൽ ഔട്ട്പുട്ട് 4 VP. ഇവിടെ VP എന്നാണ് ഇരിക്കുന്നത്. VM എന്ന് എഴുതിയാലും മതി. ഇത് ഫസ്റ്റ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സ്റ്റേജ് ഡബിൾസ് ദി പീക്ക് input voltage and the second stage doubles it again, giving a DC output equal to 4 times the peak voltage value 4 VP of the sinusoidal input signal. Also using large value capacitor will help to reduce the ripple voltage. നമ്മൾ കപ്പാസിറ്റിക്ക് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഫിൽട്ടറിങ് ആക്ഷൻ സ്ട്രോങ് ആകുകയും റിപ്പിൾസ് കുറയുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലർ സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡബിളർ, ട്രിപ്ലർ, ക്വാഡ്രപ്ലർ പഠിച്ചു. ഏതൊക്കെയാണ് ഇത്തരം സർക്യൂട്ടുകളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഇതിൽ പിന്നെ മേന്മകൾ എന്താണ്, പോരായ്മകൾ എന്താണ് എന്നാണ് ചോദ്യം. ഗിവൺ ബിലോ ആർ ദി advantages and disadvantages of voltage multiplier circuit. Advantages: it is helpful for compact design. It is used for high voltage output. It is used for simple construction. It is used because of its low cost. It is used because of its efficiency in specific applications. ചില പ്രത്യേക ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഈ ഡിസഡ്വാൻറ്റേജസ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഓൺലി ലിമിറ്റഡ് ടു ലോ പവർ ആപ്ലിക്കേഷൻസ്. വളരെ കുറച്ച് പവർ മാത്രം കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷനിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് വോൾട്ടേജ് റിപ്പിൾ. വോൾട്ടേജിനകത്ത് AC കമ്പണൻ്റ് ഉണ്ടാകും, അത് അൺഡിസൈറബിൾ ആണ്. ഇറ്റ് ഈസ് വെരി മച്ച് സെൻസിറ്റീവ് ടു ലോഡ് വേരിയേഷൻ. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ഫ്രീക്വൻസി റേഞ്ച് കുറവാണ്. ഇറ്റ് ഹാസ് കോംപ്ലക്സിറ്റി ഇൻ സ്കെയിലിംഗ് ഫോർ ഹയർ വോൾട്ടേജസ്. ആ വോൾട്ടേജ് ശരിക്കും അപ്പോൾ ഹയർ വോൾട്ടേജസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പ്രയാസമാണ്. സ്കെയിലിംഗ് മീൻസ് മൾട്ടിപ്ലൈയിങ്. ഇൻ ആപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് given below are the applications. ഇനി പറയുന്നതാണ് ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്. നമ്പർ 1, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാഥോഡ് റേ ട്യൂബ്, CRT ട്യൂബ് ഡിസ്പ്ലേസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ X-ray generators. It is used in particle accelerators. It is used for high voltage power supplies. It is used in photo multiplier tubes. Photo multiplier നമ്മൾ പഠിച്ചതാണ്. ഇനി can വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് ബി യൂസ്ഡ് ഫോർ ഹൈ പവർ ആപ്ലിക്കേഷൻസ്. കൂടുതൽ പവർ വേണ്ട ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഈ വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഉത്തരം നോ. വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ട്സ് ആർ ജനറലി ലിമിറ്റഡ് ടു ലോ പവർ ആപ്ലിക്കേഷൻസ് ഡ്യൂ ടു ദെയർ എസൻഷ്യൽ ഡിസൈൻ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിൻ്റെ ആ നിർമ്മിതിയിലുള്ള പരിമിതി മൂലം ഹൈ പവർ കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ ഇവയെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോർട്ട് ആൻസർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ HW ആൻഡ് FW വോൾട്ടേജ് ഡബിളേഴ്സ്? അതായത് നമ്മൾ HW വോൾട്ടേജ് ഡബിളർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇവിടെ FW പഠിച്ചു. എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം? രണ്ടും 2 VM ഉണ്ടാക്കുകയാണ്. അപ്പോൾ രണ്ടിനും സർക്യൂട്ട് നമ്മൾ സെയിമായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഹാഫ് വേവ് വോൾട്ടേജ് ഡബിളറിൻ്റെയും ഫുൾ വേവ് വോൾട്ടേജ് ഡബിളറിൻ്റെയും സർക്യൂട്ട് സെയിമായിട്ടാണ് വിചാരിക്കും. പിന്നെ എന്താ ഡിഫറൻസ്?
ഡിഫറൻസ് നിങ്ങൾ രണ്ടും കൂടി ഒത്തുവെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കപ്പാസിറ്റി കണക്ട് ചെയ്യുന്ന പൊളാരിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും. The full wave doubler is just 2 half-wave rectifiers of opposite polarity. The advantage is that the output ripple is at twice the line frequency. അപ്പോൾ ഫുൾ വേവിൽ ഔട്ട്പുട്ട് റിപ്പിള് ടോയ്സ് ദ ലൈൻ ഫ്രീക്വൻസിയാണ്. ദ ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ദ ഔട്ട്പുട്ട് സൈഡ് ഈസ് ഓപ്സെറ്റ് ഫ്രം ദി ലൈൻ സോഴ്സ്. അപ്പോൾ ഔട്ട്പുട്ട് ഈ ലൈൻ സോഴ്സിൽ നിന്ന് ഓപ്സെറ്റാണ്. അതായത് അത് പിന്നെ ഓപ്സെറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്. The disadvantage is that the output side is offset. ഔട്ട്പുട്ട് സൈഡ് ലൈൻ സോഴ്സിൽ നിന്ന് ഓപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി ഹൗ ഡസ് എ വോൾട്ടേജ് കോട്രിപ്പിൾ ഡിഫറെൻറ്റ് ഫ്രം എ വോൾട്ടേജ് ട്രിപ്ലർ? വോൾട്ടേജ് ട്രിപ്ലറിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വോൾട്ടേജ് കോട്രിപ്പിളർ ഹാസ് some additional stages to generate 4 times the input voltage, while a voltage triples the input voltage. വോൾട്ടേജ് ട്രിപ്ലർ നമുക്ക് 3 തരികയാണെങ്കിൽ വോൾട്ടേജ് ക്വാർട്ടർപ്പിളർ 4 VM അല്ലെങ്കിൽ 4 VP തരുമെന്നർത്ഥം. അതായത് ഔട്ട്പുട്ടിൽ വ്യത്യാസമുണ്ട്. ക്വാർട്ടർപ്പിളർ ഔട്ട്പുട്ട് കൂടുതലാണ്. ക്വാർട്ടർപ്പിളർ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നത് ഔട്ട്പുട്ട് കൂടുതലാണ്. That is all with your 27th class. We continue.